നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ സംഭവിച്ച വാർത്തകളുടെ സമഗ്ര രൂപവുമായി ന്യൂസ് ബ്രേക്സ് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്കാണ്. ഡൽഹി മാളവ്യ നഗറിലെ ഫ്ലോറിഷ്യൻ ഹോട്ടൽ തീപിടുത്തത്തിൽ മരണം 21ആയി. 8 പേരുടെ നില ഗുരുതരമാണ്. മരിച്ചവരിൽ വിദേശികളും ഉൾപ്പെട്ടിട്ടുണ്ട്. 41 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കെട്ടിടം പ്രവർത്തിച്ചിരുന്നത്. നരഹത്യയ്ക്ക് കേസെടുത്ത പോലീസ് കെട്ടിടത്തിന്റെ ഉടമകളെ തേടുകയാണ്. ദുരന്തത്തിൽ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫ്ലോറിഷ് ഇൻ എന്ന ഹോട്ടലിന്റെ താഴത്തെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന റെസ്റ്റോറന്റിൽ രാവിലെ 8:45 സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായത്. അഗ്നി മുകളിലത്തെ നിലകളിലേക്ക് പടർന്നതോടെ ഹോട്ടലിലെ അതിഥികളെല്ലാം കുടുങ്ങി. സമീപത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലുള്ള രോഗികളുടെ കൂട്ടിരിപ്പുകാരും ബന്ധുക്കളുമാണ് അപകടത്തിൽ അകപ്പെട്ടത്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം പൂർത്തിയായപ്പോഴേക്കും പലരും ശ്വാസം മുട്ടി മരിച്ചിരുന്നു. ഭൂരിഭാഗവും നൈജീരിയ, അഫ്ഗാൻ സ്വദേശികളാണ്. പരിക്കേറ്റ 41 പേരെ ഡൽഹി എയിംസിലും മാക്സ് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 8 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഇടുങ്ങിയ വഴികളിലൂടെ അഗ്നിശമന സേനയടക്കം രക്ഷാപ്രവർത്തകർ എത്താൻ വൈകിയതോടെ പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടി കൈകാലുകൾ ഒടിഞ്ഞവരും ചികിത്സയിലുണ്ട്. ദുരന്ത സ്ഥലത്ത് ഫോറൻസിക് പരിശോധന തുടരുകയാണ്. അപകടത്തിൽ അന്വേഷണം ആരംഭിച്ച ഫയർഫോഴ്സ് ഗുരുതര നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. നിയമവിരുദ്ധമായി 25 മുറികൾ പ്രവർത്തിക്കുന്നതും അഗ്നിരക്ഷാ സംവിധാനങ്ങളുടെയും എമർജൻസി എക്സിറ്റുകളുടെയും അഭാവവും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പോലീസും മുനിസിപ്പൽ കോർപ്പറേഷനും അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നു. ഒളിവിൽ പോയ കെട്ടിടത്തിന്റെ ഉടമസ്ഥരെ തേടിയും പരിശോധനകൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ തുടർച്ചയായ അപകടങ്ങൾക്ക് പിന്നാലെ ലഫ്റ്റനന്റ് ഗവർണറുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ചികിത്സയിലുള്ളവർക്ക് എല്ലാ സഹായങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിയമലംഘനങ്ങളും നിയമലംഘകർക്ക് സ്തുതി പാടുന്ന സർക്കാരുകളുമാണ് ഡൽഹിയിലുള്ളത്. വീണ്ടും ഒരു ദുരന്തമുണ്ടായാൽ മാത്രമേ ഇതുപോലെയുള്ള അനാസ്ഥകൾക്കെതിരെ ഇനിയൊരു ചോദ്യം ഉയരുള്ളൂ. അപകട സ്ഥലത്തു നിന്നും ക്യാമറമാൻ മോഹൻകുമാറിനൊപ്പം അർജുൻ പിതാംബരൻ, 24. കുവൈറ്റ് വിമാനത്താവളത്തിലേക്ക് ഇറാന്റെ ആക്രമണമുണ്ടായി. ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഒട്ടേറെ പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് ഇനി. പശ്ചിമേഷ്യയിൽ വീണ്ടും ആശങ്കത്തി. കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരണം. മധ്യപ്രദേശ് സ്വദേശി മൻസൂർ അഹമ്മദ് റഹ്മാനാണ് കൊല്ലപ്പെട്ടത്. 63 പേർക്ക് പരുക്കേറ്റു. ബഹ്റൈനിലും ഇറാൻ ആക്രമണം നടത്തി. കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കുമുള്ള വിമാന സർവീസുകൾ ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ട്. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 1 നേർക്കാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായത്. തിരക്കേറിയ ടെർമിനലിലുണ്ടായതിനാൽ അപകടത്തിന്റെ വ്യാപ്തി കൂടി. 55-കാരനായ മധ്യപ്രദേശ് സ്വദേശി മൻസൂർ അഹമ്മദ് റഹ്മാനാണ് കൊല്ലപ്പെട്ടത്. എയർപോർട്ടിലെ ഒരു കരാർ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് മൻസൂർ അഹമ്മദ് റഹ്മാൻ. ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. ഇയാളുടെ കുടുംബത്തിനാവശ്യമായ സഹായം നൽകുമെന്ന് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. 63 പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. ഇതിൽ 7 പേരെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കി. 6 ആശുപത്രികളിലായാണ് പരുക്കേറ്റവരെ ചികിത്സിക്കുന്നത്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം ടെർമിനൽ പൂർണ്ണമായി അടച്ചു. കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും പോയ എയർ ഇന്ത്യ വിമാനങ്ങൾ കുവൈറ്റിൽ ഇറക്കാതെ തിരിച്ചുവിട്ടു. കുവൈറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ വിമാനം റദ്ദാക്കി. ബഹ്റൈന് നേർക്ക് മിസൈൽ ആക്രമണമുണ്ടായെന്നും ഫലപ്രദമായി ചെറുക്കാൻ കഴിഞ്ഞെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. കൊച്ചിയിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള 2 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ കനത്ത പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. 24 ദുബായ്. ഇനി പശ്ചിമബംഗാളിലേക്കാണ്. പശ്ചിമബംഗാളിൽ നാടകീയ നീക്കങ്ങൾ നടക്കുന്നു. പാർട്ടി ഘടകങ്ങൾ പിരിച്ചുവിട്ട മമതാ ബാനർജിയുടെ നടപടിക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. 60 MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന് പാർട്ടി പുറത്താക്കിയ ഋതബ്രത ബാനർജി വാർത്താസമ്മേളനത്തിൽ അവകാശപ്പെട്ടു. മമതാ ബാനർജി ഉപദേഷ്ടാവായി തുടരണമെന്നും വിമത വിഭാഗം ആവശ്യപ്പെടുന്നു. আপনাদের মাধ্যমে মাননীয় মুখ্যমন্ত্রীকে এই জন্য ধন্যবাদ জানাই যে তিনি সমস্ত বিরোধীদের ডেকেছিলেন এবং এই যে 58 জন বিধায়ক আপাতত যেমন হাওড়া গ্রামীণ জেলায় তৃণমূল কংগ্রেসের প্রতীকে নির্বাচিত হওয়া 9 জন বিধায়কের মধ্যে 8 জন এই মিটিংয়ে উপস্থিত ছিলেন। আমাদের দক্ষিণ 24 পরগনা জেলায় তৃণমূল কংগ্রেসের প্রতীকে নির্বাচিত হওয়া বিধায়কদের মধ্যে 15 জন এই মিটিংয়ে উপস্থিত ছিলেন।
തൊട്ടു പിന്നാലെ കൊൽക്കത്ത മേയർ രാജിവെച്ചു. അതേസമയം അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണ ഇടപാടിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജിക്ക് ED സമൻസ് നൽകി. ഈ മാസം 15-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ TMCയിൽ വലിയ അഭിപ്രായ ഭിന്നത രൂപപ്പെടുന്നുണ്ട് എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇപ്പോൾ കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ തനിക്ക് എന്ന് ഋതബ്രത പറയുമ്പോൾ അത് പിളർപ്പ് സ്ഥിരീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? സ്പീക്കർക്ക് കത്ത് നൽകി തങ്ങളെ യഥാർത്ഥ പ്രതിപക്ഷമായി അംഗീകരിക്കണം എന്നൊക്കെ പറയാനുള്ള, അവകാശപ്പെടാനുള്ള സാഹചര്യം എത്രത്തോളമാണ്? അനുജ, ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെയാണ് TMCയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും ഒരു വിഭാഗം നേതാക്കൾ ഈ പാർട്ടിയിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്തത്. കാരണം കഴിഞ്ഞ മാസം 6-ന് ഈ പ്രതിപക്ഷ മുതിർന്ന നേതാവായിട്ടുള്ള TMCയുടെ മുതിർന്ന നേതാവായിട്ടുള്ള ശോഭൻദേവ് ചതോപാധ്യായെ പ്രതിപക്ഷ നേതാവായി പാർട്ടി തെരഞ്ഞെടുത്തു. ഇതോടുകൂടിയാണ് ഈ ഒരു വിമത പക്ഷം ഇതിനെതിരെ പാർട്ടിക്കെതിരെ തിരിയുന്നത്. അവർ പറഞ്ഞത് ഇതിന്റെ നടപടിക്രമങ്ങൾ പാലിക്കാതെയായിരുന്നു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തത്. ഒപ്പം തന്നെ അതിൽ പല വ്യാജ ഒപ്പ് ആരോപണമടക്കം ഉന്നയിച്ചതോടെ ഋതുപ്രതാപ് ബാനർജി അടക്കം 2 പേരെ പാർട്ടി പുറത്താക്കുകയും ചെയ്തു. എന്നാൽ നിലവിലിപ്പോൾ ഋതുപ്രതാപ് ബാനർജി 60 MLA-മാരുടെ പിന്തുണ നേടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം ഒരു അവകാശവാദം ഉന്നയിക്കുകയും അതിനൊരു അംഗീകാരം ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ അദ്ദേഹം അറിയിച്ചത് 60 MLA-മാരുടെ പിന്തുണ തനിക്കുണ്ട് എന്നുള്ള കാര്യമാണ്. ഒരു ഔദ്യോഗിക TMC പക്ഷമായി തന്നെ നിയമസഭയിൽ തുടരും എന്ന കാര്യം കൂടി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. ഒപ്പം തന്നെ പ്രതിപക്ഷ ഉപനേതാക്കളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ മമതാ ബാനർജി എന്ന നേതൃത്വത്തിന്റെ ഉപദേശം പാർട്ടിക്ക് ആവശ്യമാണ് എന്നതും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മമതാ ബാനർജി ഉപദേഷ്ടാവായി തന്നെ തുടരണമെന്ന കാര്യവും ഋതുപ്രതാപ് ബാനർജി ഈ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. നേരത്തെ തന്നെ ഇത്തരമൊരു നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നടന്നിരുന്നു. മമതാ ബാനർജി വിളിച്ച യോഗത്തിൽ നിന്ന് 60 MLA-മാർ വിട്ടുനിന്നു. ഇന്നലെ മമതാ ബാനർജി പങ്കെടുത്ത റാലിയിൽ 8 MLA-മാർ മാത്രമായിരുന്നു പങ്കെടുത്തത്. ഇതോടുകൂടി തന്നെ TMC പിളർപ്പിലേക്കാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ബംഗാളിൽ നിന്ന് പുറത്തു വന്നിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഋതുപ്രതാപ് ബാനർജി സ്പീക്കറെ കണ്ടാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അതിൽ 60 MLA-മാരുടെ പിന്തുണ ഉണ്ട് എന്നതാണ് ഋതുപ്രതാപ് ബാനർജി മാധ്യമങ്ങളോടും പറഞ്ഞിരിക്കുന്നു. എന്തായാലും സമീപകാലത്തെ ഒരു വലിയ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നാടകങ്ങളാണ് ബംഗാളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടെ മമതാ ബാനർജിയുടെ വസതിയിൽ ഇപ്പോൾ ഒരു നിർണായക യോഗം ചേരുന്നുണ്ട്. അഭിഷേക് ബാനർജി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇനി കർണാടകയിലേക്കാണ്. കർണാടകയിൽ ഇനി DK യുഗമാണ്. 25ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് DK ശിവകുമാർ. ഉപമുഖ്യമന്ത്രി G പരമേശ്വര ഉൾപ്പെടെ 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, കേരള മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങി കോൺഗ്രസിന്റെ നിരവധി നേതാക്കൾ പങ്കെടുത്തു. DK ಶಿವಕುಮಾರ್ ಎಂಬ ಹೆಸರಾದ ನಾನು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಪರ್ಯಾಲೋಚನೆಗೆ ತರಲಾಗುವ ಅಥವಾ ನನಗೆ ತಿಳಿಯದೇ ಬರುವ ಯಾವುದೇ ವಿಷಯವನ್ನ ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കർണാടകയിൽ ഇനി DK യുഗം. ലോക് ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ 4 മണിക്കായിരുന്നു സത്യപ്രതിജ്ഞ. ഭരണഘടനയെ നെഞ്ചോട് ചേർത്തായിരുന്നു DKയുടെ സത്യപ്രതിജ്ഞ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷം ബാക്കി നിൽക്കെ സാമുദായിക സമവാക്യം പരിഗണിച്ചാണ് മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചത്. ഉപമുഖ്യമന്ത്രിയായി ഡോക്ടർ G പരമേശ്വര സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിസഭയിൽ KJ ജോർജ്, സതീഷ് ജർക്കിഹോളി, KH മുനിയപ്പ, MB പാട്ടീൽ, പ്രിയങ്ക് ഖർഗെ, രാമലിംഗ റെഡ്ഡി, യതീന്ദ്ര സിദ്ധരാമയ്യ, ഈശ്വർ ഖന്ദ്രെ, UT ഖാദർ, ശരൺ പ്രകാശ് പാട്ടീൽ, കൃഷ്ണ ഭൈരവ് ഗൌഡ ഉൾപ്പെടെയുള്ളവരും സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വിധാൻ സൗദയിൽ ആദ്യ മന്ത്രിസഭാ യോഗവും നടന്നു. 2ാം ഘട്ട മന്ത്രിസഭാ പുനഃസംഘടന രാജ്യസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം നടക്കും. 2023 2.5 വർഷമെന്ന ധാരണയിൽ സിദ്ധരാമയ്യ അധികാരമേറ്റെങ്കിലും 3 വർഷം പൂർത്തിയാക്കിയിട്ടും രാജിവെക്കാൻ തയ്യാറാകുന്നതോടെയാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടലുണ്ടായത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന മന്ത്രിസഭാ പുനഃസംഘടനയിൽ സിദ്ധരാമയ്യ പക്ഷത്തെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എങ്കിൽ അധികാര വടംവലി ശക്തമാകുമെന്നതിൽ സംശയമില്ല. ബംഗളൂരുവിൽ നിന്നും സജു ചാമക്കാലയിൽ 24. DK ശിവകുമാർ രാജ്യത്തെ മുഖ്യമന്ത്രിമാരിലെ സമ്പന്നനാണ്. 1400 കോടിയിലധികമാണ് DK ശിവകുമാറിന്റെയും കുടുംബത്തിന്റെയും ആസ്തി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളുടെ റേഡാറിലുള്ള രാഷ്ട്രീയ നേതാവ് കൂടിയാണ് DK ശിവകുമാർ. ഇതുവരെ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവായിരുന്നു രാജ്യത്തെ മുഖ്യമന്ത്രിമാരിലെ മുഖ്യസമ്പന്നൻ. 931 കോടിയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ ആസ്തി. കർണാടകയിൽ മുഖ്യമന്ത്രിയായതോടെ ഇനി മുഖ്യമന്ത്രിമാരിലെ സമ്പന്നൻ DK ശിവകുമാറാണ്.
2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ രേഖകൾ പ്രകാരം 1413.78 കോടി രൂപയാണ് DK ശിവകുമാറിന്റെ ആസ്തി. ലോകോത്തര ബ്രാൻഡുകളുടെ വസ്ത്രങ്ങളും വാച്ചും ഉൾപ്പെടെ ധരിച്ചാണ് DK ശിവകുമാർ മിക്കപ്പോഴും പൊതുവേദികളിലെത്തുക. തന്റെ സമ്പത്ത് പരസ്യപ്പെടുത്തുവാൻ മടിയില്ലെന്ന് DK ശിവകുമാർ മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. DK ശിവകുമാറിനും ചന്ദ്രബാബു നായിഡുവിനും ശേഷം മുഖ്യമന്ത്രിമാരിലെ സമ്പന്നൻ തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയാണ്. മൂവരും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ. ആസ്തിയേറെയുള്ള DK ശിവകുമാർ കേന്ദ്ര ഏജൻസികളുടെ നോട്ടപ്പുള്ളിയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ 2019 ED അറസ്റ്റ് ചെയ്ത DK ശിവകുമാർ 50 ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞിരുന്നു. നേരത്തെ DK ശിവകുമാറിന്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ മുൻ BJP സർക്കാർ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയതോടെ CBI അന്വേഷണത്തിനുള്ള അനുമതി റദ്ദാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് 24. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന നിലപാടിൽ ഉറച്ച് CJP. CBSE നീറ്റ് വിഷയങ്ങളിലെ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ജൂൺ 6 ഡൽഹി ജന്തർ മന്ദിറിൽ പ്രതിഷേധം നടത്തും. ശനിയാഴ്ച നാട്ടിലെത്തുന്ന പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ അറസ്റ്റിലായേക്കാമെന്നും CJP വക്താക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. हम लोग जो कॉकरोच जनता पार्टी है, हम लोगों का ये यूथ पॉलिटिकल मूवमेंट है एंड हम लोगों की डिमांड यही है कि देयर हैज टू बी अकाउंटेबिलिटी इन द सिस्टम. आवर पार्टी, दिस यूथ मूवमेंट सीक्स अकाउंटेबिलिटी फ्रॉम द सिस्टम दैट देयर इज, एंड इस सिस्टम में जो इतना रॉड जम चुका है उसके लिए पीपल हैव बीन वेरी वोकल. आपने देखा होगा किस तरीके का सपोर्ट बन रहा है ऑल ओवर द कंट्री. पीपल हैव बीन सपोर्टिंग द कॉकरोच मूवमेंट. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമന്മാരുടെ ജാമ്യാപേക്ഷയിൽ ഇന്നും തീരുമാനമായില്ല. കേസിൽ നരഹത്യാ ശ്രമം ചുമത്തിയ SIT നടപടിയെ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ചോദ്യം ചെയ്തു. പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ മർദ്ദന ദൃശ്യങ്ങളും ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുകളും ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു. ഹർജി ശനിയാഴ്ച വീണ്ടും പരിഗണിക്കും. ജാമ്യഹർജിയിൽ ഇന്ന് നടന്നത് വിശദവാദം. നരഹത്യാശ്രമം ചുമത്തിയത് മുൻകൂർ ജാമ്യം നിഷേധിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് കോടതി ചോദിച്ചു. മെയ് 30 മജിസ്ട്രേറ്റ് കോടതി മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കുന്നതിന് മുമ്പായിരുന്നു ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത SIT റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ സമയത്ത് മർദ്ദിക്കാൻ ഉപയോഗിച്ച ലാത്തിയുടെ ഫോറൻസിക് പരിശോധനാ ഫലവും മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടും SITക്കോ കോടതിക്കോ ലഭ്യമായിരുന്നില്ല. ഈ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമേ കൂടുതൽ വകുപ്പുകൾ ചേർക്കാനാവൂവെന്ന് മുൻപ് കോടതിയെ ധരിപ്പിച്ച SIT റിപ്പോർട്ടുകൾ ലഭ്യമല്ലാതെ എങ്ങനെ നരഹത്യാശ്രമം ചുമത്തിയെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. നരഹത്യാശ്രമം ചുമത്തേണ്ട കുറ്റകൃത്യം നടന്നോ എന്നും പരിക്കുകൾ നിസ്സാരമല്ല എന്നുമുള്ള ചോദ്യത്തിന് വാദിഭാഗം അഭിഭാഷകൻ പ്രതികരിച്ചത് വൈകാരികമായി. പ്രചരിക്കുന്ന ദൃശ്യങ്ങളൊന്നും കോടതി കാണുന്നില്ല എന്നും വിഷമം തോന്നുന്നെന്നും അഭിഭാഷകൻ. ഇതോടെയാണ് ദൃശ്യങ്ങളുടെ ആധികാരികതയിലേക്ക് കോടതി കടന്നത്. വിവിധയിടങ്ങളിൽ നിന്ന് ശേഖരിച്ച ദൃശ്യങ്ങളല്ലാതെ പോലീസ് നേരിട്ട് പകർത്തിയ ദൃശ്യങ്ങളില്ലേ എന്ന് കോടതി ചോദിച്ചു. ലോക്കൽ പോലീസ് ദൃശ്യങ്ങൾ പകർത്തിയിരുന്നില്ലെന്ന് SIT മറുപടി നൽകിയെങ്കിലും മുൻ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റഫർ റിപ്പോർട്ട് ഉയർത്തി പ്രതിഭാഗം എതിർത്തു. ഈ റിപ്പോർട്ടിൽ പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ CD-യിലാക്കി ഔദ്യോഗിക കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഴുവൻ വശങ്ങളും അന്വേഷിക്കാതെ എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടെയാണോ SIT പ്രവർത്തിക്കുന്നതെന്ന് കോടതി തുറന്നടിച്ചു. പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങളും ഫോറൻസിക് സയൻസ് ലാബിലെ പരിശോധനാ ഫലങ്ങളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ട കോടതി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. 24 ആലപ്പുഴ. പുതിയ സർക്കാർ വന്നതിന് പിന്നാലെ നടക്കുന്ന സ്ഥലം മാറ്റങ്ങളിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം. സ്ഥാപിത താത്പര്യക്കാരെ അഴിഞ്ഞാടാൻ അനുവദിക്കരുതെന്നും അനുവദിച്ചാൽ ദല്ലാളുമാരും പവർ ബ്രോക്കർമാരും അധികാരം കൈയടക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകി. സ്ഥലം മാറ്റം നീതിപൂർവകമായിരിക്കുമെന്നും പരാതികൾ പരിഗണിക്കുമെന്നുമാണ് മന്ത്രി സണ്ണി ജോസഫിന്റെ മറുപടി. സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചതിനെക്കുറിച്ച് പ്രതിപക്ഷം ഉന്നയിച്ചെങ്കിലും സണ്ണി ജോസഫ് മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്തുകൊണ്ടുള്ള ധവളപത്രം നാളെ നിയമസഭയിൽ മേശപ്പുറത്ത് വയ്ക്കും. നാളെ രാവിലെ 8 ചേരുന്ന മന്ത്രിസഭായോഗം ധവളപത്രത്തിന് അംഗീകാരം നൽകും. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ അധ്യക്ഷനായ സമിതിയാണ് സാമ്പത്തിക നില പരിശോധിച്ച് ധവളപത്രം തയ്യാറാക്കിയത്. അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്നത് UDFന്റെ തെരഞ്ഞെടുപ്പ് കാല പ്രഖ്യാപനമായിരുന്നു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സംബന്ധിച്ച തർക്കം തീർക്കാൻ CPIM-ഉം CPI-ഉം നടത്തിയ ചർച്ച പരാജയം. ഉപനേതാവ് സ്ഥാനം കിട്ടിയേ തീരൂ എന്ന നിലപാടിൽ CPI-ഉം വിട്ടുകൊടുക്കാനാകില്ല എന്ന നിലപാടിൽ CPIM-ഉം ഉറച്ചു നിന്നതോടെ ചർച്ച അലസിപ്പിരിഞ്ഞു. കീഴ്വഴക്കങ്ങൾ മാറണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചർച്ചയിൽ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPIക്ക് വിട്ടുകൊടുക്കാനാവില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയതോടെയാണ് ഇന്ന് വീണ്ടും ഉഭയകക്ഷി ചർച്ചയ്ക്ക് കളമൊരുങ്ങിയത്.
AKG സെന്ററിലെത്തി CPIM നേതൃത്വത്തെ കണ്ട CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന ആവശ്യം ആവർത്തിച്ചു. എന്നാൽ പ്രതിപക്ഷ നേതാവ്, ഉപനേതാവ് സ്ഥാനങ്ങൾ CPIM തന്നെ വഹിച്ചിരുന്ന കീഴ്വഴക്കം ചൂണ്ടിക്കാട്ടി MV ഗോവിന്ദൻ ആവശ്യം നിരാകരിച്ചു. CPI നിലപാടിലും CPM നിലപാടിൽ നിൽക്കുന്നു. രണ്ട് പാർട്ടികൾക്കും ഒരു മാറ്റവുമില്ല. അല്ല, ഏത് വിഷയത്തിലും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും CPIക്കും തന്നെ കാണാം. ഉപനേതൃസ്ഥാനം നൽകാനാവില്ലെന്ന CPIM നിലപാടിനെ പരോക്ഷമായി വിമർശിക്കുന്ന പരാമർശങ്ങളും ബിനോയ് വിശ്വത്തിന്റെ ഇന്നത്തെ പ്രതികരണങ്ങളിലുണ്ട്. LDFൽ അതിൻ്റെ താല്പര്യങ്ങൾക്ക്, ആ രാഷ്ട്രീയത്തിന് എത്രമാത്രം പ്രാധാന്യം CPI കൊടുക്കുന്നുണ്ടോ അത്രയും പ്രാധാന്യം CPM കൊടുക്കേണ്ടതാണ്. മുന്നണിയുടെ നല്ല പുരോഗതിക്കും നല്ല മുന്നോട്ട് പോക്കിനും ഞങ്ങൾ തയ്യാറാണ്. അത് CPM തയ്യാറല്ല. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന ആവശ്യം CPIM തള്ളിയതോടെ മുഖം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് CPI. ആവശ്യം ആദ്യം തന്നെ പരസ്യമായി ഉന്നയിച്ച ബിനോയ് വിശ്വത്തിന് തന്ത്രപരമായ പാളിച്ച പറ്റിയെന്നാണ് CPIക്ക് ഉയരുന്ന വിമർശനം. നാളെ ചേരുന്ന CPI സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ഈ വിമർശനം ഉയർന്നുവരും. 24 തിരുവനന്തപുരം. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെയോടെ കേരളത്തിലെത്താൻ സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. കനത്ത മഴയിൽ കണ്ണൂരിൽ മതിലിടിഞ്ഞ് വീണ് വീടിന് കേടുപാട്. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ ഭർത്താവ് മുഹമ്മദ് ഫർമാന്റെ അറസ്റ്റ് 1 മാസത്തേക്ക് തടഞ്ഞ ഹൈക്കോടതി. മുഹമ്മദ് ഫർമാന് മധ്യപ്രദേശിലെ കോടതിയെ സമീപിക്കാം. പോക്സോ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത രൂക്ഷം. ഈ മാസം 8-ന് വിളിച്ച നേതൃയോഗത്തിൽ ഇടത് പാർട്ടികൾ പങ്കെടുക്കുന്നതിൽ അനിശ്ചിതത്വം. തമിഴ്നാട്ടിൽ സഖ്യം വിട്ട് കോൺഗ്രസ് TVKയെ പിന്തുണച്ചതിനാൽ യോഗത്തിലേക്കില്ലെന്ന് DMK. കണ്ണൂരിൽ മഹാരാഷ്ട്ര സ്വദേശികളുടെ കാർ തടഞ്ഞു നിർത്തി കവർച്ച നടത്തിയ കേസിൽ അന്വേഷണം സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളിലേക്ക്. സീറ്റിനടിയിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന 55 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായി കാറുടമ അശോക് യശ്വന്തിന്റെ മൊഴി. പാലക്കാട് കല്ലടിക്കോട്ട് നിന്ന് കാണാതായ നഴ്സിംഗ് വിദ്യാർത്ഥിയെ കണ്ടെത്തി. തിങ്കളാഴ്ച കാണാതായ വിദ്യാർത്ഥിയെ കണ്ടെത്തിയത് ഒലവക്കോട്ട് നിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വടകര മണ്ഡലത്തിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ SIT അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തര വകുപ്പ്. കോഴിക്കോട് റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘമാണ് അന്വേഷിക്കുന്നത്. കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്രയാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക. SIT അന്വേഷണം ആവശ്യപ്പെട്ട് പാറക്കൽ അബ്ദുള്ള MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകിയിരുന്നു. MSF നേതാവായ മുഹമ്മദ് ഖാസിമാണ് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതെന്നായിരുന്നു ആരോപണം. എന്നാൽ ആരോപണം നിഷേധിച്ച ഖാസിം ഫോൺ പോലീസിന് കൈമാറി. തുടരന്വേഷണത്തിൽ CPIM അനുകൂല സൈബർ പേജുകളിലാണ് സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് എന്ന് കണ്ടെത്തിയിരുന്നു. എറണാകുളം മലയിടം തുരുത്തിൽ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് ഈ മാസം 9-ാം തീയതിക്കകം നടപ്പാക്കണമെന്ന് വീണ്ടും നിർദ്ദേശം. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടേതാണ് നിർദ്ദേശം. ഹൈക്കോടതി സാവകാശം അനുവദിച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ഹർജി ഫയൽ ചെയ്തു. അതേസമയം മലയിടം തുരുത്ത് സംയുക്ത സമരസമിതി നേതാക്കൾ റവന്യൂ മന്ത്രി AP അനിൽകുമാറുമായി കൂടിക്കാഴ്ച നടത്തി. മന്ത്രിയുമായിട്ട് ഞങ്ങൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. മന്ത്രി ഈ കാര്യങ്ങൾ പരിഗണിക്കാമെന്നും പുറമ്പോക്കിനെ സംബന്ധിച്ചുള്ള ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെ, അനുകൂല സമീപനം തന്നെയാണ്. പട്ടികജാതി വികസന മന്ത്രിയും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയും എല്ലാം ഈ കാര്യത്തെ വളരെ കൃത്യമായിട്ട് ഞങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ അവർ കൃത്യമായിട്ട് തന്നെ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു. 9-ാം തീയതി ഹൈക്കോടതി തുടങ്ങുന്ന കേസിൽ കൃത്യമായിട്ട് ചില നടപടികൾ മുന്നോട്ട് കൊണ്ടുവയ്ക്കും എന്ന് പറയുന്നുണ്ട്. 12ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയത്തിലെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് പരിഷ്കരണം CBSE നടപ്പാക്കിയത് തിടുക്കത്തിൽ. പരീക്ഷണ ഘട്ടത്തിൽ നേരിട്ട് സാങ്കേതിക പിഴവുകൾ അവഗണിച്ചുവെന്നാണ് വിവരം. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും കോൺഗ്രസ്. ജനുവരിയിൽ നടന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗിന്റെ പരീക്ഷണഘട്ടത്തിൽ തന്നെ സാങ്കേതിക പിഴവുകൾ കണ്ടെത്തിയിരുന്നു. ഉത്തരക്കടലാസുകളിൽ ബ്ലാങ്ക് കാണുന്നുവെന്നും മാർക്ക് നൽകുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നും പ്രിൻസിപ്പൽമാർ, അധ്യാപകർ എന്നിവരടങ്ങുന്ന സംഘം ചൂണ്ടിക്കാട്ടിയിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിച്ച് 1 വർഷത്തിനു ശേഷം ഓൺ സ്ക്രീൻ മാർക്കിംഗ് നടപ്പാക്കിയാൽ മതിയെന്ന വിദഗ്ധരുടെ റിപ്പോർട്ട് തള്ളിയാണ് CBSEയുടെ തിടുക്കത്തിലുള്ള നീക്കം. പരീക്ഷാ ക്രമക്കേടിൽ രാധാ ചൌഹാൻ അംഗമായ ഏകാംഗ സമിതി അന്വേഷണം ആരംഭിച്ചു. ടെൻഡർ നടപടികളുടെ വിവരങ്ങൾ തേടും. ഉദ്യോഗസ്ഥരുടെ മൊഴി ഉൾപ്പെടെ ശേഖരിച്ചാകും അന്വേഷണം.
പുനർമൂല്യനിർണയ പോർട്ടലിൽ ഇതുവരെ 40,000-ത്തിലധികം വിദ്യാർത്ഥികൾ അപേക്ഷകൾ വിജയകരമായി സമർപ്പിച്ചുവെന്ന് CBSE വ്യക്തമാക്കി. അതിനിടെ CBSE ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിനാകില്ലെന്നും കോൺഗ്രസ് വിമർശിച്ചു. 24 ഡൽഹി. നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത വടകര കടത്തനാട് ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റിയിൽ പരിശോധന നടത്തി ക്രൈംബ്രാഞ്ച്. പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് വിവരം. അതേസമയം നിക്ഷേപകൻ ഇബ്രാഹിം ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും കോഴിക്കോട് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ന്യൂസ് ബ്രേക്സ് അവസാനിക്കുന്നു. ഇനി പൊതുജനം കഴുതിയാൽ സാർന്ന പരിപാടിയുമായി ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ. നമസ്കാരം.